ബീഹാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പെരുമഴ ബീഹാറിൽ. ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ മതി, ജനങ്ങൾക്ക് എന്തൊക്കെ ആണ് ഈ ഭരിക്കുന്നവരും ഭരിക്കാത്തവരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നതാണ്. എനിക്ക് തോന്നിയത് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ പറഞ്ഞിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി, തോൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയ്ക്കും സഖ്യം അനുസരിച്ചാണെങ്കിൽ സഖ്യങ്ങൾ ചേർന്നും പ്രകടന പത്രിക തയ്യാറാക്കി സമർപ്പിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ജയവും ഈ പ്രകടന പത്രികയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ അത് പ്രയോജനപ്പെട്ടു എന്നൊക്കെ നമ്മൾക്ക് പറയാം എന്നല്ലാതെ വെറും പ്രകടന പത്രിക മാത്രം കണ്ടുകൊണ്ട് അന്ധമായി വോട്ട് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. പിന്നെ അതിനകത്ത് വരുന്നത് ഇപ്പോൾ ഒരു പ്രകടന പത്രിക വെച്ചില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവർ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. പിന്നെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആളുകൾ നിൽക്കും. അപ്പോൾ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ വെക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് അവർ ഭംഗിയായി നിർവഹിക്കും. പിന്നീട് ഈ സ്വപ്നം കാണുമ്പോൾ രാജാവാകുന്ന എന്തിനാ, ചക്രവർത്തി ആയാൽ പോരെ എന്ന് പറയുന്നത് പോലെ വാഗ്ദാനം വെക്കുമ്പോൾ 10 ലക്ഷം പേർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് എന്തിനാ, ഒരു 0 കൂടെ ഇട്ടാലേ 2 0 കൂടെ ഇട്ടാലേ ആരെങ്കിലും മണ്ടന്മാർ അത് കണ്ട് 2 വോട്ടും കൂടെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ വെക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് മുഴുവൻ നടപ്പിലാക്കേണ്ടി വരികയാണെങ്കിൽ ആ സംസ്ഥാനം വിൽക്കേണ്ടി വരും. അപ്പം ഈ വെക്കുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, വോട്ട് ചെയ്യുന്നവർക്കും അറിയാം ഇതൊന്നും നടക്കാനല്ല, പിന്നെ അവർ പറയുന്നു എന്നുള്ളതായിട്ടാണ് നമുക്ക് നാളെ ഇതുവരെയൊക്കെ ഉള്ള രീതികൾ വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു പാർട്ടി വിചാരിക്കും നമ്മൾ ആ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ടാണ് ജയിച്ചതെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, അടുത്ത തവണ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർത്താം എന്നുള്ളൊരു വരും. ഇപ്പോൾ തിരിച്ചൊരു ചോദ്യം ഇവിടെ നമ്മൾ ബീഹാറിൻ്റെ കാര്യത്തിൽ ചോദിക്കാൻ 30 വർഷം കൊണ്ട് അല്ലേ നിതീഷ് കുമാർ 25 വർഷം കണ്ടായിട്ട് അദ്ദേഹം അല്ലേ മുഖ്യമന്ത്രി, മാറിയും തിരിഞ്ഞു. ഈ പറയുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ മുമ്പ് പറഞ്ഞത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതായി വരുമായിരുന്നു. ഇപ്പം നമ്മൾ കേരളവുമായിട്ടൊന്ന് ക്ലബ് ചെയ്താൽ ചിലപ്പം LDFിൻ്റെ അടുത്ത പ്രകടന പത്രികയിൽ അതിദരിദ്ര കേരളമാക്കി മാറ്റുമെന്നും പ്രകടന പത്രിക കാണും. ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ആരും ഇല്ലാതെ, എന്നാലും പ്രകടന പത്രികയിൽ വരും. അതേപോലെ ഒരു സ്റ്റോക്ക് ഇതായിട്ടാണ് ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ കോൺഗ്രസും RJD എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ളൊരു സംവിധാനമാണ്. അവരാണ് ഈ 1 കോടി അല്ല ഒരു വീട് ഓരോ കുടുംബത്തിനും ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞപ്പോൾ നൽകുന്നത്. അതെ, ഇതൊക്കെ നടക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ കൂടി നിങ്ങളൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. അല്ല അത് ഇവിടെ NDA മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾക്ക് ബദലായിട്ട് NDA മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന് ബദലായിട്ട് NDA മുന്നോട്ട് വെക്കുന്നത് 1 കോടി തൊഴിലവസരങ്ങളാണ്. 1 കോടി തൊഴിലവസരങ്ങൾ. അത് ഈ പറഞ്ഞതുപോലെ ജോലി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ജോലിയാ, എത്ര രൂപ ശമ്പളം കിട്ടുമെന്നോ ഒന്നും അറിയില്ല. ജോലിക്ക് കൂലി കൊടുക്കുമെന്ന് പോലും അറിയില്ല. ജോലി കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ചിലരുടെയൊക്കെ പറയുമല്ലോ, ഞാൻ നിനക്കൊരു പണി തരുമെന്ന്. രണ്ടർത്ഥമുണ്ട്. നിനക്ക് ശമ്പളം കിട്ടുന്ന പണി തരാമെന്നുകൊണ്ട് നിനക്ക് വേറെ കുഴപ്പമുണ്ടാക്കുമെന്നുള്ള അർത്ഥം പറയുന്ന പോലെയുള്ളൂ. എന്തായാലും ഇതിനകത്തിപ്പം നമ്മൾ താരതമ്യം ചെയ്താൽ ഒരു വീട്ടിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 1 കോടി വീടേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് NDAയും പറയുന്നത്. ഒന്ന് ഒരു കുടുംബത്തിന്, ഒന്ന് 1 കോടി. ഒരു കോടി കുടുംബങ്ങളെ ഉള്ളെങ്കിൽ ഈ 2 വാഗ്ദാനങ്ങളും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തുടർഭരണത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും 1 കോടി ജോലി നൽകുമെന്ന് പറയുമ്പോൾ 1 കോടിയിൽ അധികം പേർ ജോലി ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ള ഒരു കുറ്റസമ്മതം അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് പറയുന്നത് എന്തിന്? അപ്പോൾ ഇപ്പുറത്ത് NDA മറ്റേ കോൺഗ്രസിൻ്റെ മഹാഗഠബന്ധൻ
മഹാസഖ്യം മലയാളത്തിൽ പറഞ്ഞാൽ, മറ്റേത് ഹിന്ദിയാണ്. നമ്മുടെ മാതൃഭാഷയെ പറഞ്ഞാൽ മഹാസഖ്യം. മഹാസഖ്യം പറയുന്നത് ഒരു വീട്ടിൽ ഒരാളിന് ജോലി കൊടുക്കാവുന്ന. അപ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ശരി ആയിക്കോട്ടെ, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ പറയുന്നതാണ് ഇതല്ല, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ബീഹാറിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ജാതി വോട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഒരു വോട്ട് രാഷ്ട്രീയം നടക്കുന്നത്. ആ വോട്ട് രാഷ്ട്രീയത്തിനപ്പുറം ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എന്തോ ഒരു ഹൈഡ്രജൻ ബോംബുണ്ടെന്നാണ് പറയുന്നത്. ഈ 5-ാം തീയതി അതിന് മുൻപ് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്നും പറയുന്നുണ്ട്. ഈ വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തോ ഒരു സംഭവമാണത്. അതെനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ വാരണാസിയിൽ നടന്ന വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രേഖകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്, അത് പുറത്തു വിടാൻ പോകുന്നു, പൊട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയും. പലപ്പോഴും ഇതുപോലെ രാഹുൽ ഗാന്ധി ഒരുപാട് ഹൈഡ്രജൻ ബോംബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്നും പൊട്ടിയിട്ടില്ല. അതുപോലെ ആകുമോ ഇത്? അല്ല, പലതും പൊട്ടിച്ചല്ലോ. ഇപ്പൊ വോട്ട് ചോരി എന്നുള്ളത് എന്ന് അദ്ദേഹം പൊട്ടിച്ചതല്ലല്ലോ, തെളിയിച്ചതല്ലേ, കണക്കുകൾ സഹിതമല്ലേ തെളിയിച്ചത്. അതേപോലെ ഈ SIR നിന്നും ബീഹാറിൽ 65 ലക്ഷം പേരെയാണ് പുറത്താക്കിയത്. അത് സുപ്രീം കോടതി ഇടപെട്ടല്ലോ. സുപ്രീം കോടതി ഇടപെട്ടല്ലോ. അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സുപ്രീം കോടതി ഇടപെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കഴിവ് തന്നെയാണ്, നേട്ടമാണ്. അല്ലാതെ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും? പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭരണാധികാരികളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഭരണാധികാരി കുറേയൊക്കെ മര്യാദക്കാരനാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വലിയ അഴിമതി കാണിച്ച ഒരു മന്ത്രി, വലിയ സമരങ്ങളൊക്കെ ഉണ്ടായാൽ ഒരുമാതിരിപ്പെട്ടവരങ്ങ് രാജിവെക്കും. രാജിവെച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോയത് തന്നെ ബ്രിട്ടീഷുകാർ അവസാനം ഇവിടുന്ന് ഇനി ഒന്നും അടിച്ചു മാറ്റാൻ ഇല്ല എന്ന് കണ്ട് ഇനി എന്തിനും ഇവിടെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അടിച്ചു മാറ്റാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വാതന്ത്ര്യവും തരത്തില്ലായിരുന്നു. അതേപോലെയാണ്, ഭരണാധികാരികളുടെ അനുവാദം കൂടി ഉണ്ടായാലേ പറ്റുകയുള്ളൂ. ഇപ്പം ഇവിടെ പ്രകടന പത്രിക വാഗ്ദാനമാണ്. ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രകടന പത്രികയൊക്കെ എത്ര പേര് വായിക്കും എന്ന് പോലും നമുക്കറിയില്ല. കേരളത്തിലാണെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ പത്രം വായിക്കും, തീർച്ചയായിട്ടും TV കാണും. ബീഹാറിൽ ഞാൻ പറഞ്ഞ ഈ വോട്ട് ചോരി എന്ന് പറയപ്പെടുന്നത് പൊട്ടിക്കുമോ? അത് ഈ വാരണാസിയിൽ നിന്നുള്ള വോട്ട് ചോരി പൊട്ടിക്കാനാണ് സാധ്യത. കാരണം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തി അങ്ങനെ വെറും ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്കോ പബ്ലിസിറ്റിക്കോ വേണ്ടി ഒന്നും തരം താഴുന്ന ഒരാളാണെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ. അല്ല, അത് നമ്മൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയവും അമേരിക്കൻ രാഷ്ട്രീയവും ഒരുപോലെയാണോ? ബിൽ ക്ലിന്റൺ എന്ന പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നത് കള്ളം പറഞ്ഞാണ്. മോണിക്ക സെലക്സുമായിട്ട് ഒന്ന് എന്തോ ബന്ധമുണ്ടായി. അദ്ദേഹം പറഞ്ഞ് അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടില്ല, കണ്ടുപിടിച്ചു. കള്ളം പറഞ്ഞാണ് വെളിയിലാക്കിയത്. ഇന്ത്യയിലാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സമ്മതിച്ചാൽ കുഴപ്പമാണ്, സമ്മതിക്കാതിരുന്നാൽ കുഴപ്പമില്ല. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ചിലർ പറയുമല്ലോ. അല്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമുക്കറിയാം BJP സവർണ മേധാവിത്യ പാർട്ടിയാണെന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. അതെ, ന്യൂനപക്ഷങ്ങളുള്ള ഒരു തരത്തിലുള്ള താരതമ്യം ചെയ്യാൻ കഴിയുന്ന പാർട്ടിയല്ല. ജാതി വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത് ഈ ഹിന്ദുക്കളുടെ വോട്ടുകൾ നേടി അധികാരത്തിലെത്തുന്ന പാർട്ടിയാണ് BJP എന്നാണ് പറയപ്പെടുന്നത്. ബീഹാർ പോലുള്ള സ്ഥലത്ത് ന്യൂനപക്ഷങ്ങളുടെ വലിയ തള്ളിക്കയറ്റമുള്ള ഒരിടമാണ്. മാത്രമല്ല സവർണരായിട്ടുള്ളവർ വളരെ കുറവും. പക്ഷേ അവിടെ പലപ്പോഴും ഹിന്ദുക്കൾ മാത്രമല്ലാതെ വോട്ട് ചെയ്ത് BJPക്ക് നല്ല സീറ്റ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോലെ 80 സീറ്റ് കിട്ടി. ഇപ്രാവശ്യം അവർ അതിൽ കൂടുതൽ സീറ്റ് നേടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത്. അപ്പോൾ അധികാരം തുടർച്ചയായിട്ട് അവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അവർക്ക് പറയുവാനൊരു നല്ല നേതാവും കരുത്തുറ്റ നേതാവുണ്ട്, ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി. പക്ഷേ അങ്ങനെ പറഞ്ഞു വെക്കാൻ ഈ മഹാഗഠബന്ധൻ എന്തെങ്കിലും ഒരു നേതാവോ ആ പറയുന്ന നേതാക്കളിൽ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു മതിപ്പോ ബീഹാറിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ല, ബീഹാറിൻ്റെ ഒരു പ്രത്യേക നമ്മളെല്ലാവരും പ്രയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയുണ്ട്, ജാതി രാഷ്ട്രീയം. ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് അതെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പണ്ട് ഈ എല്ലാ ജാതികളെയും ഒന്നിച്ച് നിർത്താൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഇവരെല്ലാം ബ്രാഹ്മണർ തൊട്ട് ദളിതർ വരെ മൊത്തം പേരും ഇന്ദിരാഗാന്ധിയുടെ കൂടെയായിരുന്നു. അതങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ
ആദ്യത്തെ തവണ തെരഞ്ഞെടുപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി എടുക്കുന്ന ഒരു നിലപാട് ഈ മതത്തിൻ്റെ ഒരു അംശം എടുത്തിട്ടിട്ട് ആളുകളെ അതിൽ ആകൃഷ്ടരാക്കി ബാക്കിയെല്ലാം മാറ്റിയിട്ട് ആ രീതിയിൽ ആണ് അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്, ഒരു തർക്കവും ഇല്ല. അപ്പം അവിടെ രാഹുൽ ഗാന്ധിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പോലും പറയില്ല. അവിടെ RJD ആണ് നമ്പർ 1, ഒരു സംശയമില്ല. ആ RJDയുടെ കൂടെയുള്ള സഖ്യകക്ഷി മാത്രമാണ് കോൺഗ്രസ്. പക്ഷേ ഇത്തവണ അവിടുത്തെ പ്രചരണത്തിനും ഈ കഴിഞ്ഞ എത്രയോ 1300 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി കാൽനടയായിട്ട് അവിടെ ജാഥ നടത്തിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ തേജസ്വിയുടെ ഒരു വലിയ പ്രസംഗം നമ്മൾ കാണുകയുണ്ടായി. അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ജനസംഖ്യ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ബീഹാർ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ പ്രകടനത്തിനും ഇത് കണക്ക് ആൾ കൂടും. അതുകൊണ്ട് നമുക്ക് വോട്ടാകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിപ്പോൾ അവിടെ മാത്രമല്ല, കേരളത്തിൽ പണ്ട് EK നായനാർ പരസ്യമായി പറയുന്ന പ്രസംഗം ഞാൻ കേട്ടതാണ്. ഒരുപാട് ജനം കൂടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവിടെ വന്ന ആളുകളെ കണ്ടുകൊണ്ടൊന്നും നിങ്ങൾ അലക്ഷ്യമാവരുത്, ഇതൊക്കെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്, മര്യാദയ്ക്ക് നിങ്ങൾ പോയി പ്രവർത്തിക്കണമെന്ന് അണികളോട് പറയുന്നു. അപ്പം കേരളത്തിൽ പോലും ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് കുറേ അർത്ഥമുണ്ട്. നായനാരുടെ പ്രസംഗം കേൾക്കാൻ മാത്രമായിട്ട് കുറേ ആൾക്കാർ വരും. അതുപോലെ അവിടെ ഈ തേജസ്വിയുടെ പ്രസംഗമോ മോഡിയുടെ പ്രസംഗമോ ഒക്കെ കേൾക്കാൻ ആൾ വരും. അപ്പം അതിനി എങ്ങനെ വരുമെന്നുള്ളത് 6-ാം തീയതി നമുക്ക് 1-ാം ഘട്ടം കഴിഞ്ഞാലും അറിയാനൊക്കില്ല. പക്ഷേ തുടർ ഭരണം കൊണ്ട് അവിടെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് കഴിഞ്ഞ എത്രയെങ്കിലും വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു സൂചികയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ തുടർച്ചയായിട്ട് നിതീഷ് കുമാറല്ലേ ഇവിടെ ജയിച്ചു വരുന്നത്. അത് സംഭവിക്കുമല്ലോ. ഇപ്പം ബംഗാളിൽ 34 വർഷമാണ്, പിന്നെ ജ്യോതി ബാസു 25 വർഷം, ബുദ്ധാദേവ ഭട്ടാചാര്യ ബാക്കിയുള്ളത്. എന്നിട്ട് ആ ബംഗാൾ ഇപ്പോൾ എവിടെ? ഒരു നിയമസഭാ സീറ്റ് അവിടെ ഇല്ലല്ലോ, ഉണ്ടോ? അപ്പം തുടർച്ചയായി കുറേ വർഷം ഭരിച്ചു എന്നുള്ളത് ഒക്കെ ശരിയാണ്. എന്ത് മാറ്റം അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ നമ്മൾക്ക് കൂലിവേലയ്ക്ക് ആളെ കിട്ടാതെ വരും. ബീഹാറികളെല്ലാം വോട്ട് ചെയ്യാൻ അങ്ങ് പോകും. ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കേരളത്തിലുള്ളത് ബീഹാറികളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി കിടന്നാണ് ഇപ്പോഴും ആ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അന്ധമായ പല വിശ്വാസങ്ങളുടെയും, രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒക്കെയുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യുന്നു എന്നല്ലാതെ അവിടെ ഭരണത്തിൻ്റെ നേട്ടം കൊണ്ടാണ് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് പറയാനേ കഴിയുകയില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഇപ്പോൾ വോട്ട് ചോരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബീഹാറിലുണ്ട്. പക്ഷേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ഡൽഹിയിലേക്കുള്ള യാത്ര എന്നാണ് പറയപ്പെടുന്നത്, ഒരു സെമി ഫൈനൽ പോലെ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം അവസാനിക്കുമോ അതോ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം തുടരുമോ? രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഓരോ വർഷം കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ. കാരണം അത് ഒരുപക്ഷെ ഈ 2 രീതിയിലാണല്ലോ. കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടും കോൺഗ്രസ്സിന് വിജയിക്കാം, BJPയോടുള്ള വിരോധം കൊണ്ടും കോൺഗ്രസ് ജയിക്കാം. അപ്പം നമുക്കൊരാളിനോട് വിരോധം ഉണ്ടെങ്കിൽ, 2 പേരെ ഉണ്ടെങ്കിൽ മറ്റേ ആളുടെ ഭാഗത്ത് നിൽക്കും. ആ രീതിയിൽ സ്വാഭാവികമായും BJPയുടെ അത് കേന്ദ്രഭരണത്തിലായിട്ടാണെങ്കിലും ബീഹാറിലെ ഭരണത്തിലായാലും വലിയ ഒരു എതിർപ്പുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ എതിർപ്പുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് മത്സരമായതുകൊണ്ട്, 2 മുന്നണികൾ തമ്മിലായതുകൊണ്ട് തീർച്ചയായിട്ടും അത് മഹാസഖ്യത്തിന്, മഹാഗഠബന്ധൻ അവർക്ക് പ്രയോജനപ്പെട്ടു വരും എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ നമുക്കതേ പറയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.